ഹല്ലേലൂയായിൽ ലൂക്ക 15:2 ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. According to Luke 15:2, the Pharisees and the teachers of God's law did not like this. This man is friendly with people that do not obey God. They said, he even eats with them in their homes. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ ഈശോ പാപികളും രോഗികളും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഈശോ അവരുടെ കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിയമജ്ഞരും ഫരിസേയരും ഇത് കണ്ടിട്ട് ഈശോയുടെ വളരെയേറെ അതൃപ്തി തോന്നുകയും പിറുപിറുക്കുകയും ഇവനെ ഒരു കുറ്റം ചാർത്തുകയും ചെയ്യാണ്. ഇവൻ പാപികളെ സ്വീകരിക്കുന്നു, ഇവൻ പാപികളോടൊത്തിയിരിക്കുന്നു, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു, ഇവൻ എന്ത് ദൈവമാണ്? ഇങ്ങനെയുള്ള ഒരാലോചന, ഒരു ചിന്ത, ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ ആ ഈശോയെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഒരു വലിയ ഉപമ അവിടുത്തെ പാപികളോടും അവിടെ കൂടിയിരുന്നവരോടും ഈശോ പറഞ്ഞു കൊടുക്കുന്നത്, 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ ആ ആടിനെ തേടിപ്പോകുന്ന ആട്ടിടയൻ്റെ കഥയെ പറ്റിയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ ഒരു ഈശോ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി രോഗികളെയും പാപികളെയും അനുതാപ ആവശ്യമുള്ളവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയൊക്കെ അന്വേഷിച്ച് അവരുടെ കൂടെ ഇരുന്ന്, അവരുടെ ഭവനത്തിലിരുന്ന്, അവരോടുകൂടിയിരുന്ന് ആഹാരം കഴിച്ച്, അവർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത്, അവർക്ക് ഉപമകൾ പറഞ്ഞു കൊടുത്ത്, ദൈവത്തെപ്പറ്റി ബോധ്യം കൊടുത്ത് അവരോടുകൂടി ഇരുന്ന ഒരു നസ്രയനായ യേശു നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പുതിയ നിയമത്തിലൂടെ ദൈവം നമ്മളോടൊന്ന് പറഞ്ഞു തരികയാണ്. ഇതുപോലെ നമ്മളും ഒരു രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന്? ഒരിക്കലുമില്ല. അവൻ നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. നമ്മുടെ വേദന കാണുവാനായിട്ട്, നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കുവാനായിട്ട്, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനായിട്ട്, നമ്മളെ ഓർത്ത് നമ്മുടെ കൂട്ടത്തിലിരുന്ന്, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു നസ്രയനായ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാം. ഇന്ന് ചുറ്റുവട്ടങ്ങളിൽ നമ്മളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും ഇങ്ങനെ ഒരു ആശ്വാസ വാക്കുമായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുവാനോ, നമ്മളെ ആശ്വസിപ്പിക്കുവാനോ, നമ്മളെ കണ്ടെത്തുവാനോ സമയം കണ്ടില്ല എന്നില്ലെങ്കിലും നസ്രയനായ ഈശോ പൊന്നു തമ്പുരാൻ നമ്മളെയെല്ലാം കണ്ട് നമ്മളോട് സ്നേഹിച്ച് നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണെന്നൊരു ബോധ്യം ഈ വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടായിരിക്കട്ടെ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, നമ്മളേതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലാണോ, പ്രയാസത്തിലാണോ, മക്കളെ ഓർത്തുള്ള ബുദ്ധിമുട്ടുകളിലാണോ, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലാണോ, അങ്ങനെ ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് ഉരുകി ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വലിയ കൃപ നസ്രയനായ ഈശോ നമുക്ക് നൽകുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ആര് തള്ളി പറഞ്ഞാലും ഈശോയ്ക്ക് ഏറെ ഇഷ്ടം അനുദപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും രോഗാവസ്ഥയിൽ കിടക്കുന്നവരെയും അവരോടുകൂടെ ഇരുന്ന് അവരോടുകൂടെ സംസാരിച്ച് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു നസ്രയനായ യേശുവാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ പോലെ, ഏറ്റവും നല്ല ഒരു കുടുംബ സുഹൃത്തിനെ പോലെ നമുക്ക് നമ്മുടെ നസ്രയനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. ഒരുപക്ഷെ അവരെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ ഇന്ന് ലോകത്തിൻ്റേതായ മേഖലകളിലൊക്കെ നടന്ന് നമ്മളെയോ പാവപ്പെട്ടവരെയോ രോഗികളെയോ ഒന്ന് ശുശ്രൂഷിക്കുവാൻ സമയമില്ലാതെ ജീവിത തിരക്കുകളിലൂടെ നടക്കുന്ന അനേകം വ്യക്തികളുണ്ടാകാം. നമ്മൾ അവരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈശോ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരും. അവരെ നമുക്ക് ഹൃദയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി സ്വീകരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ നസ്രയനായ യേശുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആമേൻ.
യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം